ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലൈൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 പൊളിറ്റിക്കൽ സയൻസിന്റെ ഓണം എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതെല്ലാം നമ്മൾ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബ് സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മുടെ +1 +2 എക്സാമിന് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ്, പ്രീവിയസ് ക്വസ്റ്റൻസ്, ചാപ്റ്റർ ക്വസ്റ്റൻസ്, 1 മാർക്ക് ക്വസ്റ്റൻസ് കൂടാതെ ലൈവ് ക്ലാസ്സുകളും തികച്ച സൗജന്യമായി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ഷെയർ ചെയ്യുമ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഫസ്റ്റ് ചാപ്റ്റർ ചാലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ 2 നേഷൻ തിയറി. എന്താണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്ന് പഠിച്ചിരിക്കണം, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ദ ചാലഞ്ചസ് ടു നേഷൻ ബിൽഡിംഗ് പ്രോസസ് ഇൻ ഇന്ത്യ. രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. തേർഡ് ക്വസ്റ്റ്യൻ, the process of partition was very difficult to implement and its consequence was painful. Based on this statement, explain the process of partition and its consequences. വിഭജന പ്രക്രിയ നടപ്പിലാക്കുക എന്നത് വളരെ പ്രയാസകരവും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വേദനാജനകവുമായിരുന്നു. ഈ ഒരു പ്രസ്താവനയെ അടിസ്ഥാനപ്പെടുത്തി വിഭജന പ്രക്രിയയെക്കുറിച്ചും അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും പഠിച്ചിരിക്കണം, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെക്കൻഡ് ചാപ്റ്റർ, ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആസ് എ സോഷ്യൽ ആൻഡ് ഐഡിയോളജിക്കൽ കോയിലേഷൻ. സാമൂഹികവും ആശയപരമായ ഒരു കൂട്ടം എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിലയിരുത്താൻ ചോദിച്ചിട്ടുണ്ട്, നന്നായി പഠിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ചാലഞ്ചസ് ഇൻവോൾവ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ സിസ്റ്റം ഓഫ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആൻഡ് ഹൗ ദേ വെയർ ഓവർടേക്കൻ. സ്വതന്ത്ര ഇന്ത്യയിൽ സ്വതന്ത്രവും സുതാര്യവുമായ ഒരു തെരഞ്ഞെടുപ്പ് സമ്പ്രദായം സ്ഥാപിക്കുന്നതിലുണ്ടായ വെല്ലുവിളികളും അവയെ എങ്ങനെ മറികടന്നുവെന്നും വിശദീകരിക്കുക, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എസ്റ്റാബ്ലിഷ്ഡ് ഡൊമിനേഷൻ ഇൻ ദ ഫസ്റ്റ് 3 ജനറൽ ഇലക്ഷൻസ് ഇൻ ഇന്ത്യ. ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് കോൺഗ്രസ് പാർട്ടി ഇൻ 1952, 1957 ആൻഡ് 1962 ഇലക്ഷൻസ്. ഇന്ത്യയിലെ ആദ്യത്തെ 3 പൊതു തെരഞ്ഞെടുപ്പുകളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആധിപത്യം പുലർത്തിയിരുന്നത്. എന്നാൽ 1952, 1957, 1962 എന്നീ പൊതു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രകടനം എങ്ങനെയായിരുന്നു എന്ന് വിലയിരുത്താൻ ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. തേർഡ് ചാപ്റ്റർ, പൊളിറ്റിക്സ് ഓഫ് പ്ലാൻഡ് ഡെവലപ്മെന്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what are the models of development before India at the time of independence? Why we adopted mixed economy? സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ മുന്നിലുണ്ടായിരുന്ന വികസന മാതൃകകൾ എന്തെല്ലാമായിരുന്നുവെന്നും എന്തുകൊണ്ടാണ് ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥ സ്വീകരിച്ചതെന്നും പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഓപ്പറേഷൻ ഫ്ലഡ്. എന്താണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്നും അറിഞ്ഞിരിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് 5-year plan was a turning point in the industrial history of India. Discuss the above statement. List out the major outcomes of first and second 5-year plans. ഇന്ത്യയുടെ വ്യാവസായിക ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു 2ാം പഞ്ചവത്സര പദ്ധതി, അത് വിശദീകരിക്കുക. അതുപോലെ തന്നെ 1ഉം 2ഉം പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ഫലങ്ങൾ എന്തെല്ലാമായിരുന്നെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ഫോർത്ത് ചാപ്റ്റർ, ഇന്ത്യാസ് എക്സ്റ്റേണൽ റിലേഷൻസ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് തന്നെയാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ഇന്ത്യാസ് ന്യൂക്ലിയർ പോളിസി. ഇന്ത്യ ഈസ് അഗെയിൻസ്റ്റ് ന്യൂക്ലിയർ പ്രൊലിഫറേഷൻ ആൻഡ് ഡിഡ് നോട്ട് സൈൻ NPT ആൻഡ് CTBT. വൈ? ഗിവ് റീസൺസ്. ഇന്ത്യയുടെ ആണവ നയം എന്താണെന്നും ആണവ വ്യാപനത്തിന് ഇന്ത്യ എതിരാണ് എന്നിട്ട് പോലും NPT, CTBT എന്നിവയിൽ ഇന്ത്യ ഒപ്പുവച്ചില്ല, എന്തുകൊണ്ടാണെന്നും പഠിച്ചിരിക്കുക. Second question, explain the consequence of Indo-China War in 1962 and explain the circumstances that led to Indo-Pak War in 1971 and its consequences. 1962 ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ വിശദമാക്കുക. അതുപോലെ തന്നെ 1971 ഇന്ത്യ പാക് യുദ്ധത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളും അവയുടെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ 3 മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് നെഹ്റൂസ് ഫോറിൻ പോളിസി. നെഹ്റുവിന്റെ വിദേശ നയത്തിന്റെ 3 സുപ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്നും പഠിക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ, ചാലഞ്ചസ് ടു ആൻഡ് റിസ്റ്റോറേഷൻ ഓഫ് ദ കോൺഗ്രസ് സിസ്റ്റം. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
Discuss the major issues which led to the split of Congress party in 1969. 1969 കോൺഗ്രസ് പാർട്ടി പിളരാനുണ്ടായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഫോർത്ത് ജനറൽ ഇലക്ഷൻസ് ഇൻ 1967. 1967 നാലാം പൊതു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം എന്തെല്ലാമാണെന്നും അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ, ദ ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് പഠിക്കാനുള്ളത്. ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലെയിൻ ദ കോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് നാഷണൽ എമർജൻസി ഡിക്ലെയർഡ് ഇൻ ഇന്ത്യ ഓൺ 1975. 1975 ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്നും അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ, റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ്സ്. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ നോട്ട് ഓൺ നർമ്മദ ബച്ചാവോ ആന്തോളൻ. അപ്പൊ എന്താണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നും അതുപോലെ ദലിത് പാമ്പേഴ്സ് മൂവ്മെന്റ് എന്താണെന്നും പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ഇഷ്യൂസ് അഡ്രസ്ഡ് ബൈ ചിപ്കോ മൂവ്മെന്റ്. ചിപ്കോ പ്രസ്ഥാനം അഭിസംബോധന ചെയ്ത സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് പഠിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, ദ ആന്റി അറൈക് മൂവ്മെന്റ് വാസ് ഓൾസോ എ വുമൺ മൂവ്മെന്റ്. വൈ? ചാരായ വിരുദ്ധ പ്രസ്ഥാനം ഒരു വനിതാ മുന്നേറ്റം കൂടിയായിരുന്നു. എന്തുകൊണ്ടായിരുന്നു എന്ന് പഠിക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് +2 പൊളിറ്റിക്കൽ സയൻസിന്റെ ഓണം എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡിസ്ക്രിപ്ഷനോ അത് കമന്റ് ബോക്സിൽ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ ജോയിൻ ചെയ്ത് നോട്ട്സ് കളക്ട് ചെയ്യാനാണ്. പുതിയൊരു വീഡിയോ വീണ്ടും കാണാൻ. ഇറ്റ്സ് മീ വിവേക് വിജയൻ സൈനിങ് ഔട്ട്. ഓക്കെ, താങ്ക് യു.